Hi students, നമ്മൾ ഇന്ന് സൊല്യൂഷൻ കെമിസ്ട്രിയിലെ റിമൈനിങ് പോർഷൻസുകളായിട്ടുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, വാൻ ഹോഫ് ഫാക്ടർ, അബ്നോർമൽ മോളിക്കുലർ മാസ് എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യം വാട്ട് ഇസ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? ആദ്യം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്? There are certain properties which depends upon number of solute particles. നമ്മൾ ഫസ്റ്റ് ഇയറിൽ തെർമോഡൈനാമിക്സിനകത്ത് എക്സ്റ്റെൻസീവ് ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രോപ്പർട്ടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ചില പ്രോപ്പർട്ടികൾ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. There are certain properties which depends upon the number of solute molecules added. അപ്പൊ അതിൽ എത്ര സോൾവെന്റ് മോളിക്യൂൾസ് ഉണ്ട്, സോൾവെന്റ് നമ്പർ ഓഫ് മോൾസിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചില പ്രോപ്പർട്ടികളുണ്ട്. നമ്മൾ അവരെ കളക്റ്റീവ് ആയിട്ട് വിളിക്കുന്ന പേരാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. അപ്പം 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണുള്ളത്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും അതിനുശേഷം വരുന്ന വാൻ ഹോഫ് ഫാക്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം അതൊരു ചെറിയൊരു ഡെറിവേഷൻ പാർട്ടാണ്. ഡിറൈവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ. അപ്പൊ മോൾ ഫ്രാക്ഷനും ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ഏതൊരു ലിക്വിഡിനും ഒരു വേപ്പർ പ്രഷർ ഉണ്ട്, നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ. അപ്പൊ അതിന്റെ വേപ്പർ പ്രഷർ സൊല്യൂട്ട് ആഡ് ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഡിക്രീസ് ഇൻ വേപ്പർ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. ഇപ്പൊ പ്യുവർ വാട്ടറിന് ഒരു വേപ്പർ പ്രഷർ ഉണ്ട്, സേ P0 എന്ന് വിളിക്കാം, അല്ലെങ്കിൽ P10 എന്ന് വിളിക്കാം. ലെറ്റ് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. ഇപ്പൊ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ നമ്മൾ ആദ്യം എടുക്കുകയാണ്. ലെറ്റ് വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്, വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ സോൾവെന്റ്. ഒരു പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ഞാൻ P0 എന്ന് കൊടുത്തു. അപ്പൊ ആ സോൾവെന്റിലേക്ക് ഏതൊരു സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാലും സർഫസ് ഏരിയ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സർഫസ് ഏരിയയിൽ സൊല്യൂട്ട് മോളിക്യൂൾസ് ഒക്യുപ്പൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ വേപ്പറൈസേഷന്റെ റേറ്റ് കുറയുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവരുടെ വേപ്പർ പ്രഷർ കുറയുന്നു. അപ്പൊ ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ, ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ. അപ്പൊ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ P0 ആയിരുന്നു. അതിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഉള്ള അതിന്റെ വേപ്പർ പ്രഷറാണ് ഞാൻ ഇവിടെ P10 എന്നോ അല്ലെങ്കിൽ P10 എന്ന് തന്നെ കൊടുക്കാം. ലെറ്റ് P10 എന്ന് വിളിച്ചു. അപ്പൊ ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ P10 എന്ന് കൊടുത്തു. അപ്പൊ ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ റൗൾട്ട്സ് ലോ അനുസരിച്ച് ഏതൊരു 2 സബ്സ്റ്റൻസുകളും മിക്സ് ചെയ്തുകൊണ്ടുള്ള അതിന്റെ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തൊരു പ്രപ്പോർഷനലാ, മോൾ ഫ്രാക്ഷന് പ്രപ്പോർഷനലാന്ന് പഠിച്ചിട്ടുണ്ട്. ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു Chi1. P10 is equal to Chi1 into P0. പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആണ്. അപ്പൊ നമുക്കറിയാം P1 is equal to Chi1 into P0. ഇനി P0 എന്ന് പറയുന്നത് പ്യുവർ സബ്സ്റ്റൻസിന്റെ, പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആണ്. അപ്പൊ അവർ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാം. ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ. വേപ്പർ പ്രഷർ ഓഫ് സൊല്യൂഷൻ ആണ് രണ്ടാമത്തത്. സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. ഇപ്പൊ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ. ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ P0 മൈനസ് P10 എന്ന് കൊടുക്കാം, which is equal to P0 minus, instead of P10 we can substitute Chi1 into P0. So P0 is common in both. So taken P0 as the common factor, then what will be remaining? 1 minus Chi1 is remaining. As you know that, let Chi1 is the mole fraction of solvent and Chi2 is the mole fraction of solute. The solute in the mole fraction Chi2 ആണ് എങ്കിൽ Chi1 plus Chi2 will be equal to 1. Unity ആണെന്നറിയാം. So in that case 1 minus Chi1 will be equal to Chi2. You can write it like this: 1 minus Chi1, which is equal to Chi2. Mole fraction of solute is equal to 1 minus mole fraction of solvent. So instead of 1 minus Chi1, we can substitute here Chi2, isn't it? So change in vapor pressure Vp. നമുക്ക് അതിനെ ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് ഡെൽറ്റ പി എന്ന് കൊടുക്കാം. ഡെൽറ്റ പി is equal to
P0 into chi2, then what will be delta P divided by P0, which is equal to chi2. Or you can say that delta P by P0, this is relative lowering in vapor pressure. Lowering in vapor pressure. Delta P by P0 is equal to mole fraction of solute. This is a general concept. Relative lowering in vapor pressure. ഏതൊരു സൊല്യൂട്ടിലെ ഒരു സോൾവെന്റിലേക്ക് നമ്മൾ ഒരു പർട്ടിക്കുലർ എമൗണ്ട് സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും വേപ്പർ പ്രഷർ സോൾവെന്റിന്റെ കുറയുന്നുണ്ട് സൊല്യൂഷനിലേക്ക് വരുമ്പോൾ. അപ്പൊ അതിന്റെ കുറവ്, അതിന്റെ റിലേറ്റീവ് ലോവറിംഗ് എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷന് ഈക്വൽ ആയിരിക്കും. ഡെൽറ്റ പി ബൈ P0 ഇസ് ഈക്വൽ ടു chi2 എന്ന് കിട്ടും. ഇതൊരു ജനറൽ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷനെ പല രീതിയിൽ മോഡിഫൈ ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് chi2 you can substitute like this, n2 divided by n1 plus n2. ഒരു വെരി ഡയലൂട്ട് സൊല്യൂഷൻ ആണ് എങ്കിൽ n1 plus n2 is approximately equal to n1. So in that case you can substitute like this, chi2 is equal to n2 divided by n1. ഇനി n2 ന് പകരം w2 by m2, n1 ന് പകരം w1 by m1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ വെയിറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ഇതൊരു ക്വസ്റ്റൻ ആണ്. ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷറും സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷൻ അല്ലെങ്കിൽ മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്. അപ്പൊ ഇവിടെ പർട്ടിക്കുലർലി പറഞ്ഞിട്ടേ ഇല്ല സൊല്യൂട്ട് ആണോ സോൾവെന്റ് ആണോ എന്നുള്ളത്. അപ്പൊ നമ്മളായിട്ട് ഡിറൈവ് ചെയ്യുമ്പോഴേക്കും കിട്ടുന്നതാണ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ മോൾ ഫ്രാക്ഷന് ഈക്വൽ ആണെന്നുള്ളതാണ്. കണ്ടോ, ഡെൽറ്റ പി ബൈ P0 ഇസ് ഈക്വൽ ടു എന്തിനായിരിക്കും? chi2 ന് ഈക്വൽ ആയിരിക്കും. ഒന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ. ഇതിലെ ആ chi2ന്റെ പോർഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ, റിറൈറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇക്വേഷന്റെ നിന്ന് ഫോം ചെയ്തെടുക്കേണ്ട, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. ഹൗ മച്ച് യൂറിയ whose molecular mass is 60 should be dissolved in 50 gram of water so that its vapor pressure at room temperature is reduced by 25%. So vapor pressure 25% ആയിട്ട് കുറയ്ക്കണം. സോ നമുക്കറിയാം P0 മൈനസ് P ഡിവൈഡഡ് ബൈ P0 അല്ലെങ്കിൽ ഡെൽറ്റ P ബൈ P0 ഈസ് ഈക്വൽ ടു chi2. കുറച്ച് മുന്നേ ഇത് ഡെറിവേഷൻ ആയിരുന്നു. ഈ chi2ന്റെ സ്ഥാനത്ത് വെരി ഡയലൂട്ട് സൊല്യൂഷൻ ആണ് എങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? n1 n2 ഡിവൈഡഡ് ബൈ n1 എന്ന് കൊടുക്കാം. ഓർ w2 ഡിവൈഡഡ് ബൈ m2 w1 m1 എന്ന് കൊടുക്കാം. അപ്പൊ ഈ ഇക്വേഷനിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. P0 മൈനസ് P ഡിവൈഡഡ് ബൈ P0 ഈസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് ഇൻറ്റു molecular mass of the solvent divided by molecular mass of the solute into weight of the solvent. ഇതാണ് 1ൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എല്ലാം സോൾവെന്റും 2 സൊല്യൂട്ടിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഹൗ മച്ച് യൂറിയ ഷുഡ് ബി ഡിസോൾവ്ഡ് ഇൻ 50 gram ഓഫ് വാട്ടർ. 50 gram വാട്ടറിൽ, വാട്ടർ അവിടുത്തെ സോൾവെന്റ് ആണ്, യൂറിയ അവിടുത്തെ സൊല്യൂട്ട് ആണ്. ഡിസോൾവ് ചെയ്യുമ്പോഴാണ് വേപ്പർ പ്രഷർ എത്രയായിട്ട് കുറയുന്നത്? 25% ആയിട്ട് കുറയുന്നത്. അപ്പൊ ഇനിഷ്യൽ വേപ്പർ പ്രഷർ നമുക്ക് ആ P എന്ന് പറയുന്ന P0യെ 100 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യാം. അപ്പൊ ഫൈനൽ വേപ്പർ പ്രഷർ എത്രയായിട്ട് മാറും? P എന്ന് പറയുന്നത് 25% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ റിമൈനിങ് 75 ആയിരിക്കുമല്ലോ. അപ്പൊ Pയുടെ വാല്യൂ 75 ആണ്. ഇനി വെയിറ്റ് ഓഫ് ദി മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് ദാറ്റ് ഹാസ് ടു ബി കാൽക്കുലേറ്റഡ്. ഹൗ മച്ച് യൂറിയ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി m1 സോൾവെന്റ് വാട്ടർ ആയതുകൊണ്ട് തന്നെ മോളിക്കുലാർ മാസ് 18 ആണ്. m2 യൂറിയയുടെ മോളിക്കുലാർ മാസ് ദാറ്റ് ഇസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ ദാറ്റ് ഇസ് 60. w1 weight of the solvent that is also given in the question that is 50. All the details are given in the question, then you have to substitute this equation. So I am going to substitute this P0. Assume that initial vapor pressure of the solvent is 100. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെർസെന്റേജ് 20% ഡിക്രീസ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100 മൈനസ് 75 ഡിവൈഡഡ് ബൈ P0, that will be 100, which is equal to W2 that has to be calculated into M1 18 divided by
M2, molecular mass of the solute. Solute is urea. Its mass is given as 60. അല്ലെങ്കിൽ യൂറിയയുടെ മാസ് 60 ആണെന്ന് അറിയാം. Into weight of the solvent 50. And simply substituting all this value 25 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ W2 is equal to എന്ത് കിട്ടും? 25 into 60 into 50 divided by 100 into 18. So കട്ട് ചെയ്യാം. 50യുടെ 60യുടെയും 0യും 100ന്റെ 2 0യും ക്യാൻസൽ ചെയ്ത് കളയാം. 6ഉം 18ഉം കട്ട് ചെയ്താൽ ഡിനോമിനേറ്ററിൽ 3 വരും. So 25 into 5 divided by 3 and you will get the answer as 41.67 എന്ന് കിട്ടും. 41.67 gram എന്ന് കിട്ടും. വളരെ സിമ്പിൾ ആയ വേപ്പർ പ്രഷർ, റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷറുമായിട്ട്, അതായത് ഒന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലെ ഫസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ. അപ്പൊ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷറിന്റെ ഡെറിവേഷൻ ഓർത്തിരിക്കുക. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ്, സാധാരണഗതിയിൽ ന്യൂമറിക്കൽസിനകത്ത് സോൾവെന്റിന്റെയും സൊല്യൂട്ടിന്റെയും വെയിറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ക്വസ്റ്റ്യൻ കൂടുതൽ ചോദിക്കാറുള്ളത്. അപ്പൊ അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ P0 ഈസ് ഈക്വൽ ടു Chi2 എന്ന് ഓർത്തിരിക്കുക. അതിനെ ഒന്ന് റിറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മോൾസിന്റെ ടൈമിലേക്ക് മാറ്റാൻ പറ്റും, വെയിറ്റിന്റെ ടൈമിലേക്കും ഇക്വേഷനെ മാറ്റാൻ പറ്റും. ആ രണ്ട് ഇക്വേഷനും കണക്ട് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ് അറിയേണ്ടത് ഒന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഏത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാ? സെക്കൻഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഏതായിരുന്നു? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസ്. നമുക്ക് ആദ്യം ആലോചിച്ച് നോക്കാം. വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ വാട്ടറിലേക്ക് ഏതെങ്കിലും ഒരു, അപ്പൊ വാട്ടറിന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് വേപ്പർ പ്രഷർ ഉണ്ട് നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുമ്പോൾ തന്നെ. ഇങ്ങനെയുള്ള പ്യുവർ വാട്ടറിലേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ സൊല്യൂട്ടിന്റെ വേപ്പർ പ്രഷർ ഉറപ്പായിട്ടും സോൾവെന്റ് ആഡ് ചെയ്യുമ്പോഴേക്കും, സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോഴേക്കും ഉള്ള സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവായിരിക്കും. അപ്പൊ പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ കൂടുതലും സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ കുറവുമാണ് എങ്കിൽ അറ്റ്മോസ്ഫറിക് പ്രഷറിലേക്ക് എത്തിക്കുമ്പോഴാണല്ലോ അത് ബോയിൽ ചെയ്യുന്നത്. ബോയിലിംഗ് ഈസ് എ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വേപ്പർ പ്രഷർ ഓഫ് എ സബ്സ്റ്റൻസ് ബിക്കം ഈക്വൽ ടു ഇറ്റ്സ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നാണ്. അപ്പൊ പ്യുവർ സോൾവെന്റിനെ ബോയിൽ ചെയ്യിപ്പിക്കാനായിട്ട് അറ്റ്മോസ്ഫിയർ പ്രഷറുമായിട്ട് ഈക്വലൈസ് ചെയ്യിപ്പിക്കാൻ കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താൽ മതി. എന്നാൽ സൊല്യൂഷനെ ബോയിൽ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ ആവശ്യമായിട്ട് വരും. ശരിയല്ലേ? അതായത് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. അതാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഉദ്ദേശിക്കുന്നത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. ടെക്സ്റ്റ് ബുക്കിൽ ഇതിനൊരു ഗ്രാഫ് വെച്ചിട്ടാണ് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് പ്യുവർ സോൾവെന്റ്. അതായത് വാട്ടർ ബോയിൽ ചെയ്യാനായിട്ട് 100 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ മതിയെങ്കിൽ വാട്ടറിലേക്ക് യൂറിയയോ ഗ്ലൂക്കോസോ സോൾട്ടോ കോമൺ സോൾട്ടോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷനുകളുടെ ബോയിലിംഗ് പോയിന്റ് ഇത് തന്നെ ആയിരിക്കണമെന്നില്ല. ഡെഫിനറ്റ് ആയിട്ടും വ്യത്യാസപ്പെടും, കൂടുതലായിരിക്കും. ഇനി ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ ആണ് ആ ബോയിലിംഗ് പോയിന്റിനുള്ള വ്യത്യാസം. നമ്മൾ അതിനെ എന്ത് പേരിട്ടാണ് വിളിച്ചിരിക്കുന്നത്? എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. അപ്പൊ അവർക്കൊരു പ്രത്യേക പേരാണ് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി എന്ന് റെപ്രസെന്റ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു, ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ എന്നാണ്. നമ്മൾ അതിനെ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ഈക്വൽ ടു കെ ബി ഇൻറ്റു W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1 വരും. അതായത് ഡെൽറ്റ ടി ബി. ആ ബോയിലിംഗ് പോയിന്റിലുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത് കെ ബി. ആ കെ ബിയെ വിളിക്കുന്ന പേരാണ് ഇബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ്. W2 വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട്, M2 മോളിക്കുലാർ മാസ് ഓഫ് ദി സൊല്യൂട്ട്, W1 വെയിറ്റ് ഓഫ് ദി ഗിവൺ സോൾവെന്റ്. കാരണം മൊളാലിറ്റി ആണല്ലോ, അപ്പൊ വോളിയം അല്ല അവിടെ വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ ഒന്നുകൂടെ ഷോർട്ട് ആക്കിയിട്ട് ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു എം എന്ന് കൊടുക്കാം. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു കെ ബി ഇൻറ്റു മൊളാലിറ്റി എന്ന് കൊടുക്കാം. അപ്പൊ ഈ ഒരു ഭാഗവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ് അടുത്തത് കൊടുത്തിരിക്കുന്നത്. 0.9 ഗ്രാം ഓഫ്
എ നോൺ ഇലക്ട്രോലൈറ്റ് എന്നിവിടെ കൊടുക്കാൻ കാരണം നിങ്ങൾ അറിയാം വാൻ ഹോഫ് ഫാക്ടർ 1 ആയതുകൊണ്ടാണ്. അപ്പൊ എക്സ്ട്രാ ഒരു കോംപ്ലിക്കേഷൻ അവിടെ ഇല്ല. ഇറ്റ് ഡിസോൾവ്ഡ് ഇൻ 87.90 gram of benzene. This raised the boiling point of benzene by 0.25 degrees Celsius. If the molecular mass of non-electrolyte is 103 gram per mole, calculate the molar elevation constant for benzene. For benzene, the Kb value, molar elevation constant Kb, which is to be calculated. ഇനി ഇവിടെ അറിയേണ്ടത് 0.9 gram ഓഫ് ഏതോ ഒരു നോൺ വോളറ്റൈൽ അല്ലെങ്കിൽ നോൺ ഇലക്ട്രോലൈറ്റ് ഡിസോൾവ്ഡ് ഇൻ ബെൻസീൻ. സോ ബെൻസീൻ ആണ് ഇവിടുത്തെ സോൾവെന്റ്, ഇതാണ് ഇവിടുത്തെ സൊല്യൂട്ട്. ആദ്യം ഒരു സൊല്യൂഷൻ കെമിസ്ട്രിയിൽ ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം സോൾവെന്റ് സൊല്യൂട്ട് ആരെന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഡിസ്റ്റിംഗ്വിഷ് ചെയ്ത് ഓർത്ത് വെച്ചേക്കുക. ബെൻസീൻ ഇസ് എ സോൾവെന്റ്, ഇലക്ട്രോലൈറ്റ് വിച്ച് ഇസ് എ സൊല്യൂട്ട്. അല്ലെങ്കിൽ അവരുടെ വെയിറ്റുകൾ കണക്ട് ചെയ്തിട്ടുള്ള ടേംസുകൾ എഴുതാം. 0.9 gram of electrolyte. So W2, which is given as 0.9 gram. 87.90 gram of benzene, which is solvent in the weight ആണ്. W1 is equal to 87.90 gram. ഇനി പ്യുവർ ബെൻസീനിലേക്ക് ആ സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് എത്രയാ? 0.25 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഡിഗ്രി സെൽഷ്യസിലാക്കിയിട്ട് വ്യത്യാസം എടുത്തു കഴിഞ്ഞാലും കെൽവിനിലാക്കിയിട്ട് വ്യത്യാസം എടുത്തു കഴിഞ്ഞാലും രണ്ടും സെയിം തന്നെയാണ്. അപ്പൊ അവിടെ ഡെൽറ്റ ടി ബിക്ക് യൂണിറ്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, തന്നിട്ടുള്ള വാല്യൂ മാത്രം എടുത്ത് എഴുതിയാൽ മതി. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു 0.25. ഡിഗ്രി സെൽഷ്യസിലാണല്ലോ എന്ന് കരുതി കെൽവിനിലേക്ക് ആക്കാൻ വേണ്ടി 273 കൂട്ടി വെച്ചേക്കരുത്. കാരണം 100 ഡിഗ്രി സെൽഷ്യസും 110 ഡിഗ്രി സെൽഷ്യസും തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 ഡിഗ്രി 10 ആ വ്യത്യാസം 10. നമുക്ക് അവിടെ ഒരു ഡിഫറൻസ് മാത്രം മതി. 100 കെൽവിനിലും 110 കെൽവിൻ എടുത്താലും ഡിഫറൻസ് 10 കെൽവിൻ തന്നെയാണ്. അപ്പൊ അവിടെ ഇതൊരു ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് ആയിട്ട് മാത്രം കണക്കാക്കുക, അല്ലെങ്കിൽ ഡിഫറൻസ് ആയിട്ട് മാത്രം കണക്കാക്കുക, അല്ലാതെ അവിടെ കെൽവിനിലേക്ക് ആക്കാൻ 273 കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ആണ്. നമുക്ക് 0.25 ഡിഗ്രി സെൽഷ്യസിന് വേണമെങ്കിൽ 0.25 കെൽവിനെ വിളിച്ചാലും മതി. മോളിക്കുലർ മാസ് M2 which is given as 103 എന്ന് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് KB വാല്യൂ കണ്ടുപിടിക്കാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പൊ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഡെൽറ്റ ടി ബി ഈസ് ഈക്വൽ ടു KB W2 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1. നമുക്ക് ആ KBയുടെ ഫോർമാറ്റിലേക്ക് ഇക്വേഷനെ റിറൈറ്റ് ചെയ്ത് എഴുതാം. KB ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി ബി ഇൻറ്റു M2 ഇൻറ്റു W1 divided by W2 into 1000. So simply substitute all these values. Delta TB 0.25 into M2 103 into W1 87.90 all divided by W2 0.9 into 1000. ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്ന വാല്യൂ ഇട്ടിരിക്കുന്നത് 25ഉം 1000ഉം ഒക്കെ കട്ട് ചെയ്യാം. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന KBയുടെ വാല്യൂ ആണ് 2.515 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. കെൽവിൻ കിലോഗ്രാം പെർ മോൾ. ഗ്രാമിലാണ് വെയിറ്റ് വന്നിരിക്കുന്നത്, പക്ഷെ നമ്മൾ ആ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴേക്കും അത് കിലോഗ്രാമിലേക്ക് എത്തിക്കോളും. ഓർത്ത് വെച്ചേക്കുക, മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ്, നമുക്കതിന് വേറൊരു പേരുടെ വിളിക്കാം, ബിലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് വിളിക്കാം. മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് യൂണിറ്റ് കെൽവിൻ കിലോഗ്രാം പെർ മോൾ ആണ്. ഇപ്പൊ ഓർത്ത് വെച്ചേക്കുക, ഇത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഡെഫിനറ്റ് ആയിട്ടും ഇതേ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് തന്നിട്ട് ഇനി വെയിറ്റ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കുകയോ അല്ലെങ്കിൽ മോളിക്കുലർ മാസ് ഓഫ് അൺനോൺ സബ്സ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പൊ തിരിച്ചു മറിച്ചും ഒക്കെ ഇതിനകത്തുനിന്ന് ന്യൂമറിക്കൽസ് വരാറുള്ളതാണ്. രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ടുള്ള കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യം. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതും ഇതേ പാറ്റേണിലുള്ള ഫ്രീസിംഗ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയായ ഡിപ്രഷനിൻ ഫ്രീസിംഗ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള. അപ്പൊ ഫ്രീസിംഗ് പോയിന്റ് ഒരു സൊല്യൂഷനിലേക്ക് അല്ലെങ്കിൽ ഒരു പ്യുവർ സോൾവെന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് നമുക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കുക, TF0 എന്ന് വിളിക്കുകയാണ്.
അപ്പൊ അതിലേക്ക് ഒരു സൊല്യൂട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് കുറയുകയാണ് ചെയ്യുന്നത്. ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും, ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് ചെയ്യും. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്നാണ്. അപ്പൊ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഇതേപോലെ തന്നെ കെ എഫ് ഇൻറ്റു മൊളാലിറ്റി ആണ്. നമുക്ക് ആ കെ എഫിന് പകരം കെ എഫ് മൊളാലിറ്റിക്ക് പകരം W2 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ M2 ഇൻറ്റു W1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 2ഉം 3ഉം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിക്കുമ്പോൾ അവർ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. അപ്പൊ രണ്ടാമത്തത് എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, മൂന്നാമത്തത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. രണ്ടിന്റെയും ഡെറിവേഷൻസ് അല്ലെങ്കിൽ രണ്ടിന്റെയും ഇക്വേഷൻസ് തമ്മിൽ നല്ലൊരു സിമിലാരിറ്റീസ് ഉണ്ട്. ഡെൽറ്റ ടി ബിക്ക് പകരം ഇവിടെ ഡെൽറ്റ ടി ബി, ഇത് ഡെൽറ്റ ടി എഫ് ആയി. കെ എഫിന് പകരം അവിടെ കെ ബി ആയിരുന്നു. ആ ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇക്വേഷൻ എല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അസ്കോർബിക് ആസിഡ്, വൈറ്റമിൻ സി ആണ്. ഇവിടെ മോളിക്കുലർ ഫോർമുല വന്നിട്ടുണ്ട് C6H8O6. നിങ്ങളോടുള്ള എളുപ്പത്തിന് വേണ്ടി അവർ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട് 176 gram per mole തന്നിട്ടുണ്ട്. അസ്കോർബിക് ആസിഡ് ടു ബി ഡിസോൾവ്ഡ് ഇൻ 75 gram ഓഫ് അസിറ്റിക് ആസിഡ്. അപ്പൊ അസിറ്റിക് ആസിഡിലേക്കാണ് അസ്കോർബിക് ആസിഡ് ഇട്ട് ഡിസോൾവ് ചെയ്യുന്നത്. സോ അസിറ്റിക് ആസിഡ് ഇസ് ദ സോൾവെന്റ്, അസ്കോർബിക് ആസിഡ് അവിടുത്തെ സൊല്യൂട്ട് ആണ്. അപ്പൊ സോൾവെന്റുമായി സൊല്യൂട്ടുമായി. ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഡേറ്റാസിലേക്ക് പോകാം. കാൽക്കുലേറ്റ് മാസ് ഓഫ് അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡിന്റെ മോളിക്കുലർ മാസ് M2, മോളിക്കുലർ മാസ് ഓഫ് സൊല്യൂട്ട് അത് തന്നിട്ടുണ്ട് 176 gram per mole to be dissolved in 71 gram of acetic acid. സോൾവെന്റ് അസിറ്റിക് ആസിഡ് ആണ്. അസിറ്റിക് ആസിഡിന്റെ വെയിറ്റ് W1 which is given as 75 gram, 75 gram എന്ന് തന്നിട്ടുണ്ട്. ഇനി ലോവർ ഇറ്റ്സ് ഫ്രീസിംഗ് പോയിന്റ് ബൈ, അപ്പൊ ഫ്രീസിംഗ് പോയിന്റിന്റെ വ്യത്യാസം ഡെൽറ്റ ടി എഫ് ദാറ്റ് ഇസ് ഗിവൺ ആസ് 1.5 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളത് കെൽവിനിൽ എഴുതാം, കാരണം ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്, യൂണിറ്റിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കെ എഫ് വാല്യൂ which is given as 3.9 Kelvin kilogram per mole. ഇത്രയും വാല്യൂ തന്നിട്ടുണ്ട്. ചോദ്യം മാസ് ഓഫ് അസ്കോർബിക് ആസിഡ് ഡിസോൾവ്ഡ് W2, മാസ് ഓഫ് അസ്കോർബിക് ആസിഡ് ഡിസോൾവ്ഡ് W2 that has to be calculated. നമുക്ക് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ ഡെൽറ്റ ടി എഫ് is equal to KF into W2 into 1000 divided by M2 into W1. In this question, we have to calculate W2. So we write this equation like this. W2 is equal to delta TF M2 W1 divided by KF into 1000. You have to substitute all these values in the equation. Delta TF is equal to 1.5 into M2 whose value is given as 176 into W1 that is also given 75 divided by KF value that is given in the question, that is 3.9 into 1000. When you substitute all these values, ഇവരുടെ values എല്ലാം substitute ചെയ്യുമ്പോഴേക്കും you will get the answer as 5.08 gram എന്ന് കിട്ടും. ആഡ് ചെയ്യേണ്ട വെയിറ്റ് 5.08 എന്ന് കിട്ടും. ഇത് മൂന്നാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയ ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ 3 കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ക്വസ്റ്റൻ ആണ്. ഒന്ന്, ഫസ്റ്റ് വൺ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, 2 എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, 3 ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, ഓസ്മോട്ടിക് പ്രഷർ ആണ് അടുത്ത ചോദ്യം. ഇതും ഡിപ്രഷൻ ആൻഡ് ഫ്രീസിംഗ് പോയിന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഡിഫൈൻ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. അപ്പൊ നമുക്കറിയാം KB എന്ന് പറഞ്ഞാൽ മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഇബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് വിളിച്ചു. ഇതുപോലെ KF നെ വിളിക്കുന്ന പേരാണ് ഒന്നെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കാം. മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റുകളുടെ ഡെഫിനിഷൻ എഴുതണമെങ്കിൽ നമ്മൾ അവരുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്ത് നോക്കുകയും, ഡെൽറ്റ TF is equal to KF into M എന്നല്ലേ.
അപ്പൊ അതിലെ കെ എഫ് എന്ന് പറഞ്ഞാൽ എന്നതാ 1 മോളാൽ സൊല്യൂഷൻ. അപ്പൊ മൊളാലിറ്റി 1 ആകുമ്പോൾ ഉള്ള ഒരു സൊല്യൂഷന്റെ ലോവറിംഗ് ഇൻ ഫ്രീസിംഗ് പോയിന്റ് തന്നെയല്ലേ അവരുടെ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ, ശരിയല്ലേ? മൊളാലിറ്റി 1 മോളാർ ആകുമ്പോഴേക്കും 1 മോളാൽ ആകുമ്പോൾ ഉള്ള അതിന്റെ ഡെൽറ്റ എമ്മിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തേ. അപ്പൊ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് എന്ന് കിട്ടും. അപ്പൊ കെ എഫ് എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? ഡെൽറ്റ ടി എഫിന് തുല്യമായിരിക്കും. എപ്പോഴാ? വെൻ എം ഈസ് ഈക്വൽ ടു 1 മോളാൽ. അപ്പൊ എമ്മിന്റെ വാല്യൂ 1 മോളാൽ ആകുമ്പോൾ ഡെൽറ്റ ടി എഫും കെ എഫും ഈക്വൽ ആയിട്ട് വരും. ഇപ്പൊ ഡെൽറ്റ ടി എഫിനെ നമുക്ക് കെ എഫിനെ അപ്പൊ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 മോളാൽ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റിന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ ലോവറിംഗ് ഈ ഫ്രീസിംഗ് പോയിന്റ് തന്നെയാണ് അതിന്റെ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ഇപ്പൊ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ലോവറിംഗ് ഇൻ ഫ്രീസിംഗ് പോയിന്റ് വെൻ ദി സൊല്യൂഷൻ whose molality, when the molality of the solution is 1. 1 മോളാൽ സൊല്യൂഷന്റെ ഉള്ള ഒരു സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസ് തന്നെയാണ് അതിന്റെ കെ എഫ് എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഇനി മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ. വാട്ടറിന്റെ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ആയിരിക്കില്ല ബെൻസീൻ ഉള്ളത്. ബെൻസീന്റെ കെ എഫ് വാല്യൂ ആയിരിക്കില്ല അസറ്റോൺ ഉള്ളത്. അപ്പൊ ഓരോ ലിക്വിഡിന്റെയും കെ എഫിന്റെ വാല്യൂവിന് മാറ്റമുണ്ട്. അത് ആ ലിക്വിഡിന്റെ സോൾവെന്റിന്റെ നേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ആൻസറും. മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് സോൾവെന്റ്. ആഡ് ചെയ്യുന്ന സൊല്യൂട്ടിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കില്ല. വാട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഫിക്സ്ഡ് വാല്യൂ ഓഫ് കെ എഫ് ഉണ്ട്. നമ്മൾ അതിലേക്ക് വാട്ടർ എന്ന് പറയുന്ന സോൾവെന്റിലേക്ക് യൂറിയ ആഡ് ചെയ്ത് കഴിഞ്ഞാലും, അതുപോലെ സോഡിയം ക്ലോറൈഡോ ഗ്ലൂക്കോസോ വാട്ട് എവർ ബി ദി സൊല്യൂട്ട് ഇസ് ആഡഡ് ടു വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ വാട്ടർ ആസ് എ സോൾവെന്റ്, there is no change in the kf value because kf value is fixed for a particular solvent. ഒരു സോൾവെന്റിന്റെ kf വാല്യൂ സംബന്ധിച്ചിടത്തോളം ഒരു ഫിക്സ്ഡ് വാല്യൂ ആണ്. വാട്ടറിന്റെ സോൾവെന്റ്, വാട്ടർ എന്ന് പറയുന്ന സോൾവെന്റിന്റെ kf വാല്യൂ ആയിരിക്കില്ല മറ്റൊരു സോൾവെന്റിന്. ആ സോൾവെന്റിന്റെ വാല്യൂ ആയിരിക്കില്ല ഒരു തേർഡ് സോൾവെന്റിന്റെ വാല്യൂ. ഒരു സോൾവെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ kf വാല്യൂ ഇസ് ഓൾവേസ് ഫിക്സ്ഡ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ സോൾവെന്റിന്റെ നേച്ചർ ആണ് kfനെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പൊ മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി സോൾവെന്റ്. അപ്പൊ സോൾവെന്റിന്റെ നേച്ചറിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ദി ആൻസർ വിൽ ബി ഓപ്ഷൻ സി ആയിരിക്കും വരേണ്ടത്. ഇത് രണ്ടും കെ എഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഒന്ന് അതിന്റെ ഡെഫിനിഷൻ ആയിരുന്നു, 2 എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എൻസൈഡ് ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറയുന്നുണ്ട്, അത് ടേബിളിൽ പോലും കൊടുത്തിട്ടുണ്ട് വാല്യൂസ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഉള്ളതിന്റെ വാല്യൂ, ഒരു ഫിക്സ്ഡ് ടെമ്പറേച്ചറിലുള്ള സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലുള്ള വ്യത്യസ്തമായ കെ എഫ് വാല്യൂ, അത് അതിന്റെ കെ ബിയുടെ വാല്യൂവും ടെക്സ്റ്റ് ബുക്കിൽ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കിയാൽ അറിയാം, ഒരു പർട്ടിക്കുലർ സോൾവെന്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കെ എഫും കെ ബിയും എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും. സൊല്യൂട്ടിന്റെ നമ്പറിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നതേ ഇല്ല. നിങ്ങൾ എത്ര വാരി ഇട്ട് കഴിഞ്ഞാലും, 1 ഗ്രാം ഇട്ട് കൊടുത്താലും 2 ഗ്രാം ഇട്ടാലും 3 ഗ്രാം ഇട്ടാലും there will be no change in the value of kf for a particular solvent. So നമ്മൾ ഈ ഒരു നോട്ടിലൂടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. നാലാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ് ഓസ്മോട്ടിക് പ്രഷർ. ആദ്യത്തെ 3 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതൊക്കെയായിരുന്നു? 1 റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, 2 എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, 3 ഡിപ്രഷൻ ഇൻ ഫ്രോസിംഗ് പോയിന്റ്. ഇനി നാലാമത്തത് ഓസ്മോട്ടിക് പ്രഷർ. ഇപ്പൊ ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ അറിയാം, നിങ്ങൾ സെമി പെർമിബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് ഒരു ലിക്വിഡും ഒരു പ്യുവർ സോൾവെന്റും അതിന്റെ ഒരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട് എങ്കിൽ പ്യുവർ സോൾവെന്റ് എങ്ങോട്ടേക്ക് പോകും? പ്യുവർ സോൾവെന്റിന്റെ സൈഡിൽ നിന്ന് സൊല്യൂഷന്റെ സൈഡിലേക്ക് സെമി പെർമിബിൾ മെംബ്രെയിനിലൂടെ ട്രാവൽ ചെയ്യുന്നു. ആ ട്രാവലിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അപ്പം ഓസ്മോസിസ്, ഞാനിവിടെ ഒരു ചേംബർ എടുത്തു, അതിനെ ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ SPM എന്ന് പറയുന്നത് സെല്ലുലോസ് നൈട്രേറ്റോ അല്ലെങ്കിൽ സെല്ലുലോസ് അസറ്റേറ്റോ, അതുമല്ലെങ്കിൽ പെർച്ചിൻ മെംബ്രെയിനോ, എഗ് മെംബ്രെയിൻ, ഗോൾ ബ്ലാഡർ ഓഫ് പിഗ്, ഇതിൽ ഏതെങ്കിലും ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ, വാട്ടർ മോളിക്യൂളിനെ മാത്രം അതിലൂടെ കടത്തിവിടുന്ന ഒരു ടിപ്പിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു മെംബ്രെയിൻ ആണ് സെമി പെർമിബിൾ മെംബ്രെയിൻ. സോൾവെന്റിനെ മാത്രം അതിലൂടെ ട്രാവൽ ചെയ്യിപ്പിക്കുള്ളൂ, സൊല്യൂട്ടിനെ അതിലൂടെ അലോ ചെയ്യിപ്പിക്കില്ല. ഒരു സെമി പെർമിബിൾ മെംബ്രെയിൻ ഉപയോഗിച്ച് ഞാനൊരു പ്യുവർ വാട്ടറും സലൈൻ വാട്ടറും സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് വാട്ടറിനോടൊപ്പം വാട്ടറിന് ഉപ്പുണ്ട്, സലൈൻ വാട്ടറും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പ്യുവർ വാട്ടർ സെമി പെർമിബിൾ മെംബ്രെയിനിലൂടെ സലൈൻ വാട്ടറിലേക്ക് അങ്ങോട്ട് ട്രാവൽ ചെയ്യും. വാട്ടർ മോളിക്യൂൾ മാത്രം. സോൾവെന്റ് മോളിക്യൂൾസ് ലോ കോൺസെൻട്രേഷനിൽ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് അല്ലെങ്കിൽ തിരിച്ച്
പ്യുവർ സോൾവെന്റ് സൈഡിൽ നിന്ന് സൊല്യൂഷൻ സൈഡിലേക്ക്, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. പ്യുവർ സോൾവെന്റിന്റെ സൈഡിൽ നിന്ന് സൊല്യൂഷൻ സൈഡിലേക്ക് സെമി പെർമിബിൾ മെമ്പറിനിലൂടെ ട്രാവൽ ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ് എന്ന് വിളിക്കും. അപ്പൊ ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യണം, അതായത് ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന ഓർഡർ അനുസരിച്ചാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഈ ഫ്ലോയെ പ്രിവെന്റ് ചെയ്യണം. പ്രിവെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു പ്രഷർ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും, ശരിയല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് സോൾവെന്റ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം സോൾവെന്റിന്റെ ഫ്ലോയെ തടസ്സപ്പെടുത്തണമെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ പ്രഷർ അപ്ലൈ ചെയ്യണം. അപ്പൊ ഒരു ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അപ്ലൈ ചെയ്യേണ്ട മിനിമം പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ദ മിനിമം എക്സ്റ്റേണൽ പ്രഷർ, മിനിമം പ്രഷർ റിക്വയർഡ് ടു പ്രിവെന്റ് ദി ഫ്ലോ ഓഫ് വാട്ടർ മോളിക്യൂൾ, അല്ലെങ്കിൽ മിനിമം പ്രഷർ റിക്വയർഡ് ടു പ്രിവെന്റ് എ പ്രോസസ് ഓഫ് ഓസ്മോസിസ്. ഓസ്മോസിസ് എന്ന് പറയുന്ന ഫിനോമിനയെ തടസ്സപ്പെടുത്താൻ വേണ്ടി കൊടുക്കേണ്ട മിനിമം പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ ഓർത്തിരിക്കുക, ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ സോൾവെന്റും ഒരു സൊല്യൂഷനും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർ സോൾവെന്റിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ അല്ലെങ്കിൽ സോൾവെന്റ് സൊല്യൂഷൻ സൈഡിലേക്ക് മൂവ് ചെയ്യും. ഏതിലൂടെ? സെമി പെർമിബിൾ മെമ്പറൈനിലൂടെ മൂവ് ചെയ്യുന്നു. ആ പ്രോസസ്സിനെയാണ് ഓസ്മോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ, ആ ഫ്ലോയെ, ലെഫ്റ്റ് ടു റൈറ്റ് ഉള്ള ഫ്ലോയെ തടസ്സപ്പെടുത്തണമെങ്കിൽ റൈറ്റ് സൈഡിലത്തെ ചേംബറിൽ നിന്ന് നമ്മൾ കുറച്ച് പ്രഷർ അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ അപ്ലൈ ചെയ്യുന്ന എക്സ്ട്രാ പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ദ മിനിമം പ്രഷർ required to prevent osmosis. Minimum external pressure required to prevent osmosis. ഓസ്മോസിസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കേണ്ട മിനിമം പ്രഷർ ആണ് ഓസ്മോട്ടിക് പ്രഷർ. നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ ആണ് പൈ ഈസ് ഈക്വൽ ടു CRT. ഒരു ഇക്വേഷൻ ഉണ്ട്, pi is equal to n by v into RT. Pi is equal to W2 RT divided by M2 into V. ഒരുപാട് ഇക്വേഷൻ ഉണ്ട്, ഓസ്മോട്ടിക് പ്രഷറിനെ കണക്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. അത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നിന്നാണ് ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തത് പോലും. വാട്ട് ആർ ഐസോട്ടോണിക് സൊല്യൂഷൻ? എന്താ? രണ്ട് സൊല്യൂഷനുകളുടെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആയിട്ട് വരികയാണ്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിലും ഒരു പ്രഷറിലും രണ്ട് സൊല്യൂഷനുകളുടെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആയിട്ട് വന്നാൽ നമ്മൾ അതിനെ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് വിളിക്കും. ടു സൊല്യൂഷൻസ് ഹാവിംഗ് സെയിം ഓസ്മോട്ടിക് പ്രഷർ, two solutions having same osmotic pressure under same temperature and pressure. ഒരു സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ഒരേ ഓസ്മോട്ടിക് പ്രഷർ വരുന്ന സൊല്യൂഷൻസ് ആണ് ഐസോട്ടോണിക് സൊല്യൂഷൻസ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, ഐസോട്ടോണിക് സൊല്യൂഷൻ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രത്യേക കാര്യം പറയുന്നുണ്ട്. ബ്ലഡ് സെൽസിനകത്തെ ആ ലിക്വിഡ് പോർഷൻ എന്ന് പറയുന്നത് 0.9 മാസ് ബൈ വോളിയം സലൈൻ സൊല്യൂഷൻ ഐസോട്ടോണിക് എന്ന് പറയുന്നുണ്ട്. 0.1 സൊല്യൂഷനുമായിട്ട് ഐസോട്ടോണിക് ആണെന്നവിടെ പ്രത്യേകം പറയുന്നുണ്ട്. അതൊരു ഐസോട്ടോണിക് സൊല്യൂഷൻ എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. ബ്ലഡിന്റെ RBC അല്ലെങ്കിൽ ബ്ലഡ് സെൽസിനകത്തുള്ള ആ പ്ലാസ്മയിലുള്ള ലിക്വിഡ് പോർഷൻ എന്ന് പറയുന്നത് 0.1 മാസ് ബൈ വോളിയം 0.1 ഗ്രാം എടുത്ത് 100 ml ലിക്വിഡിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള 0.1 ഐസോട്ടോണിക് ആണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യനും ഉണ്ട്. ഇനി ഇത് ഐസോട്ടോണിക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. 1 molar solution of urea at a given temperature is isotonic with. ഇപ്പൊ നമുക്കറിയാം, ഇത് കുറച്ചുകൂടെ മുന്നോട്ട് വന്ന് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ലാസ്റ്റ് ഭാഗത്ത് വരുന്ന വാൻ ഹോഫ് ഫാക്ടറുമായിട്ട് കണക്ട് ചെയ്ത് വേണം ചെയ്യാൻ. 0.1 molar സൊല്യൂഷൻ ഓഫ് യൂറിയ. ഇപ്പൊ 0.1 മോളാർ സൊല്യൂഷൻ ഓഫ് യൂറിയ എന്ന് പറയുന്നത് ഐസോട്ടോണിക് ആകണമെങ്കിൽ രണ്ടാമത് ആഡ് ചെയ്യുന്ന സൊല്യൂഷന്റെയും കോൺസെൻട്രേഷൻ 0.1 ആയിരിക്കണം. 0.1 മോളാർ ഗ്ലൂക്കോസ് ആയിരിക്കും അതിന്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാരണം ഗ്ലൂക്കോസിന്റെ വാൻ ഹോഫ് ഫാക്ടർ I1 ആണ്. ബേരിയം ക്ലോറൈഡിന്റെ വാൻ ഹോഫ് ഫാക്ടർ 3 ആണ്. കാരണം ബേരിയം ക്ലോറൈഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഒരു ബേരിയം അയോണും 2 ക്ലോറൈഡ് അയോണും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 3 അയോൺസ് ഉള്ളത് കൊണ്ട് തന്നെ വാൻ ഹോഫ് ഫാക്ടർ 3 ആണ്. വാൻ ഹോഫ് ഫാക്ടർ തുല്യമാണെങ്കിൽ മാത്രമേ, തുല്യ മൊളാരിറ്റിയിലുള്ളവരാണെങ്കിൽ ഒരേ ഐസോട്ടോൺ അവർക്ക് ഓസ്മോട്ടിക് പ്രഷർ സെയിം ആയിരിക്കും.
NaCl വാൻ ഹോഫ് ഫാക്ടർ 2 ആണ്. കാരണം NaCl ബ്രേക്ക് ചെയ്യുമ്പോൾ Na പ്ലസും Cl മൈനസും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് അയോണോ ഒരു നെഗറ്റീവ് അയോണോ ഉണ്ടാകുന്നതുകൊണ്ട് വാൻ ഹോഫ് ഫാക്ടർ ഐയുടെ വാല്യൂ 2 ആണ്. KCl ഇതേപോലെ തന്നെ ഐ വാല്യൂ എന്ന് പറയുന്നത് അവിടെയും 2 ആണ്. അപ്പൊ ഒരേപോലെ വരണം. ഐ വാല്യൂം സെയിം ആയിരിക്കണം, കോൺസെൻട്രേഷനും ഒരേപോലെയാണ് എങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവർ ഐസോട്ടോണിക് ആയിരിക്കും. നമുക്ക് ഇത് ഉപയോഗിക്കാം, ഇങ്ങനെയും വേണം ചെയ്യാം. പൈ ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു CRT എന്ന് ഇക്വേഷൻ എഴുതാം. അപ്പൊ നമ്മൾ എല്ലാ ഇക്വേഷനിലെയും കറക്ഷൻ ഫാക്ടർ ആയിട്ട് റൈറ്റ് സൈഡിൽ വാൻ ഹോഫ് ഫാക്ടർ ചേർക്കും. കാരണം അബ്നോർമൽ മോളിക്കുലർ മാസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഐ വാല്യൂ അവിടെ ഇടുന്നത്. അപ്പൊ ഒന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിലും ഒന്നാമത്തതിന്റെ എയുടെ പൈ ഈസ് ഈക്വൽ ടു ഐ വാല്യൂ 1 ആണ്, കോൺസെൻട്രേഷൻ 0.1 ഇൻറ്റു RT. അപ്പൊ 0.1 RT എന്ന് കിട്ടും. രണ്ടാമത്തതിന്റെ പൈ വാല്യൂ എന്ന് പറയുന്നത് 1 ഇൻറ്റു 1 അല്ലല്ലോ 3 ആണ് വാൻ ഹോഫ് ഫാക്ടർ. 3 ഇൻറ്റു 0.1 ഇൻറ്റു RT 0.3 RT എന്ന് വരും. ഇതുപോലെ മൂന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ പൈ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 0.1 ഇൻറ്റു RT that will be is equal to 0.2 RT. In the fourth option, pi will be equal to 2 into 0.02 into RT. അത് വളരെ കുറവാണ്, 0.04 എന്ന് വരും, RT എന്ന് വരും. അപ്പൊ ഇതില് ഗ്ലൂക്കോസിന്റെ ഐ വാല്യൂ 1 ആണ്, യൂറിയയുടെയും ഐ വാല്യൂ 1 ആണ്. അപ്പൊ ഇവര് തമ്മിലാണ് 0.1 RT എന്ന് പറയുന്ന തുല്യ ഓസ്മോട്ടിക് പ്രഷർ വരുന്നത് കൊണ്ട് അവർ ഐസോട്ടോണിക് സൊല്യൂഷൻസ് ആയിരിക്കും. വാൻ ഹോഫ് ഫാക്ടറുമായിട്ട് കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും, ഈസിയും ആയിരിക്കും. അടുത്തത്, ഗിവൺ ബിലോ ഇസ് ദി സ്കെച്ച് ഓഫ് എ പ്ലാൻ ഫോർ ക്യാരിയിങ് ഔട്ട് എ പ്രോസസ്. ഏതോ ഒരു പ്രോസസ് നടക്കുന്ന ഒരു സ്കെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രഷ് വാട്ടർ, നമുക്ക് വേണമെങ്കിൽ ഇത് പ്യുവർ സോൾവെന്റ് എന്ന് കൊടുക്കാം. പ്യുവർ സോൾവെന്റ് ഉണ്ട്, സോൾട്ട് വാട്ടർ. അപ്പൊ ഇത് സൊല്യൂഷൻ ആണ്, സെപ്പറേറ്റഡ് ബൈ SPM, സെമി പെർമിബിൾ മെംബ്രെയിൻ വഴി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സൊല്യൂഷന്റെ സൈഡിൽ നിന്നൊരു പ്രഷർ കൊടുക്കുകയാണ്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ കൊടുത്തിരിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് എന്തിനേക്കാട്ടിലും കൂടുതലാ, ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കുകയാണ്. ആ ഒരു ടേം പഠിച്ചിട്ടുള്ളതാണ്. വെൻ എക്സ്റ്റേണൽ പ്രഷർ ഈസ് ഗ്രേറ്റർ ദാൻ ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ ഓസ്മോട്ടിക് പ്രഷറിനെക്കാളും കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, സൊല്യൂഷൻ സൈഡിൽ നിന്നുള്ള വാട്ടർ എല്ലാം കൂടെ സോൾവെന്റ് സൈഡിലേക്ക് തിരിച്ച് ഫ്ലോ ചെയ്യും. നമ്മൾ പഠിച്ചത് ലെഫ്റ്റ് ടു റൈറ്റ് ആണെങ്കിൽ ഇത് റൈറ്റ് ടു ലെഫ്റ്റ് തിരിച്ച് ഫ്ലോ ചെയ്യും. ഈ ഒരു പ്രോസസ്സിന് ഒരു പേരുണ്ട്, എന്നതായിരുന്നു, റിവേഴ്സ് ഓസ്മോസിസ് എന്നാണ് വിളിക്കുന്നത്. ഇറ്റ് ഈസ് റിവേഴ്സ് ഓസ്മോസിസ്. വെറും ഓസ്മോസിസ് അല്ല, റിവേഴ്സ് ഓസ്മോസിസ് ആണ്. നെയിം ദി പ്രോസസ് occurring in the above plant. It is reverse osmosis. To which container does the net flow of solvent takes place? എങ്ങോട്ടേക്കാണ് നെറ്റ് ഫ്ലോ നടക്കുന്നത്? എവിടെയാ? ഫ്രഷ് വാട്ടർ കണ്ടെയ്നറില, ശരിയല്ലേ? ഫ്രഷ് വാട്ടർ കണ്ടെയ്നർ, ഫ്രഷ് വാട്ടർ കണ്ടെയ്നറിലേക്കാണ്. കാരണം ഓർത്തു വെക്കേണ്ടത്, ഇത് ശ്രദ്ധിച്ചിരിക്കണം, അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. ദാറ്റ് ഈസ് എ നെസസറി ആൻഡ് ഇമ്പോർട്ടന്റ് കണ്ടീഷൻ. ദ അപ്ലൈഡ് പ്രഷർ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഓസ്മോട്ടിക് പ്രഷർ. ദെൻ ഓൺലി സൊല്യൂഷൻ സൈഡിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ പ്യുവർ സോൾവെന്റിന്റെ സൈഡിലേക്ക് പോകത്തുള്ളൂ. അപ്പൊ സോൾവെന്റ് സൈഡ് ഫില്ല് ചെയ്ത് ഇങ്ങനെ വരും. അത് സലൈൻ വാട്ടറിനെ അല്ലെങ്കിൽ ഇംപ്യൂർ വാട്ടറിനെ പ്യൂരിഫൈ എന്നൊരു ടെക്നിക്കും കൂടിയാണിത്. അപ്പൊ അടുത്തത്, നെയിം 1 SPM which can be used in the plant. ആർട്ടിഫിഷ്യൽ ആയിട്ട് നടത്തുന്നതാണെങ്കിൽ നമുക്ക് സെല്ലുലോസ് അസറ്റേറ്റ് ഉപയോഗിക്കാം. സെല്ലുലോസ് അസറ്റേറ്റ് ഉപയോഗിക്കാം. നാച്ചുറൽ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എഗ് മെംബ്രെയിൻ യൂസ് ചെയ്യാം, ഗോൾ ബ്ലാഡർ ഓഫ് പിഗ് ഉപയോഗിക്കാം, പർച്ച്മെന്റ് മെംബ്രെയിൻ ഉപയോഗിക്കാം. സെല്ലുലോസ് അസറ്റേറ്റ് അങ്ങനെ ഒരു മെംബ്രെയിൻ ആണ്. ഇനി ഗിവ് 1 പ്രാക്ടിക്കൽ യൂസ് ഓഫ് ദിസ് പ്ലാന്റ്. നേരത്തെ തന്നെ പറഞ്ഞു, ഈ മെത്തേഡ്, റിവേഴ്സ് ഓസ്മോസിസ് മെത്തേഡ് ഉപയോഗിക്കുന്നതിന് 2 പർപ്പസിന് വേണ്ടിയാണ്. ഒന്ന്, പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ, വാട്ടറിന്റെ പ്യൂരിഫിക്കേഷൻ നടത്താൻ വേണ്ടി. 2, സലൈൻ വാട്ടറിന്റെ ഉപ്പുവെള്ളത്തിനെ ശുദ്ധീകരിക്കാൻ വേണ്ടി, പ്യൂരിഫിക്കേഷൻ ഓഫ് സലൈൻ വാട്ടർ. അല്ലെങ്കിൽ സീ വാട്ടർ എന്ന് എഴുതാം. സീ വാട്ടർ ശുദ്ധീകരിക്കാൻ വേണ്ടി ഈ പ്രോസസ് ഉപയോഗിക്കും. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഇതേ ഡയഗ്രാം തന്നെ, റിവേഴ്സ് ഓസ്മോസിന്റെ ഡയഗ്രാം
RO UV പ്യൂരിഫൈഡ് എന്നൊക്കെ ഇട്ടുണ്ട്. റിവേഴ്സ് ഓസ്മോസിസ് ടെക്നിക്ക് വഴി പ്യൂരിഫൈ ചെയ്തിട്ടുള്ള റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കേണ്ടത് ഓസ്മോസിസ് നടക്കേണ്ടതിനെ തിരിച്ചു നടത്തണം. റിവേഴ്സ് ഓസ്മോസിസ് നടക്കണമെങ്കിൽ ഓസ്മോട്ടിക് പ്രഷറിനെക്കാട്ടിലും കൂടുതലായിട്ടുള്ളൊരു എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അങ്ങനെയാകുമ്പോൾ മാത്രമേ ഓസ്മോസിസ് നടന്ന ലെഫ്റ്റ് ടു റൈറ്റ് ഫ്ലോ, മുമ്പേ പറഞ്ഞ കേസിലെ ലെഫ്റ്റ് ടു റൈറ്റ് ഫ്ലോ റൈറ്റ് ടു ലെഫ്റ്റിലേക്ക് തിരിച്ചു നടത്താൻ പറ്റത്തുള്ളൂ. ഓർത്ത് വെച്ചേക്കുക റിവേഴ്സ് ഓസ്മോസിസ്. ഇനി ഇത് ഞാൻ കുറച്ച് മുന്നേ ഐസോട്ടോണിക് സൊല്യൂഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള ഒരു ഭാഗമാണ്. വാട്ട് വുഡ് യു എക്സ്പെക്ട് വെൻ റെഡ് ബ്ലഡ് സെൽ RBC ആർ പ്ലേസ്ഡ് ഇൻ. RBC എന്ന് പറയുന്നത് 0.1% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ സലൈൻ സൊല്യൂഷനിലും 0.5% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലും ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. ഇത് ഇതേപോലെ തന്നെ NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഐസോട്ടോണിക് സൊല്യൂഷൻസ് എന്നുള്ള ഭാഗം വായിക്കുമ്പോൾ അതിലെ രണ്ടാമത്തെ പാരഗ്രാഫിലായിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ബ്ലഡ് സെൽസ് RBCക്ക് അകത്തുള്ള റെഡ് ബ്ലഡ് സെൽസിനകത്തുള്ള ആ ലിക്വിഡ് പോർഷൻ എന്ന് പറയുന്നത് 0.9% NaCl ഐസോട്ടോണിക് ആണെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ലിക്വിഡ് പോർഷൻ ഇൻസൈഡ് RBCക്ക് അകത്തുള്ള ലിക്വിഡ് പോർഷൻ വിച്ച് ഇസ് ഐസോട്ടോണിക് വിത്ത് 0.9% സലൈൻ സൊല്യൂഷൻ എന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അതായത് ആ RBCക്ക് അകത്തുള്ള ആ വെള്ളം, ആ സെല്ലിനകത്തുള്ള വെള്ളം എന്ന് പറയുന്നത്, അതിനകത്തുള്ള ലിക്വിഡ് പോർഷൻ എന്ന് പറയുന്നത് ലിക്വിഡ് പോർഷന്റെ ഓസ്മോട്ടിക് പ്രഷറും 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന്റെ ഓസ്മോട്ടിക് പ്രഷറും തുല്യമാണെന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇത് തന്നെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. 0.9നേക്കാട്ടിലും കൂടുതലായിട്ടുള്ള കോൺസെൻട്രേഷനിലുള്ള NaClലേക്ക് നമ്മൾ ഈ RBC ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ, ഇത് കണ്ടോ ഇവിടെ 0.9നേക്കാട്ടിലും കൂടുതലാണല്ലോ 1%. വെൻ RBC സെൽ റെഡ് ബ്ലഡ് സെൽസിനെ which is placed in a solution whose concentration is greater than 0.1 അല്ല 0.9%നേക്കാട്ടിലും കൂടുതലായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ഉള്ള NaClലേക്ക് ഇതിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ സെല്ലിനകത്തുള്ള വെള്ളമെല്ലാം സൊല്യൂഷനിലേക്ക് തിരിച്ചിറങ്ങും. അതായത് വാട്ടർ കംസ് ഔട്ട് ഓഫ് ദി സെൽ. അങ്ങനെയാണെങ്കിൽ ഗ്രാജുവലി സെൽ എന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും, പതുക്കെ ചുരുങ്ങാൻ തുടങ്ങും. നമ്മൾ കണ്ണിമാങ്ങ ഉപ്പിലിടുന്ന അവസ്ഥ, ആ ഒരു അവസ്ഥയാണ്. അതും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. റോ മാംഗോ എടുത്തിട്ട് സലൈൻ വാട്ടർ ഇട്ട് കഴിയുമ്പോൾ അത് ഷ്രിങ്ക് ചെയ്ത് പോകുന്നതിന് എക്സാമ്പിൾ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പൊ ഷ്രിങ്ക് ചെയ്ത് പോകും. അങ്ങനെ എഴുതി വെച്ചാൽ പോരാ, കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. വെൻ RBC is placed in a solution whose concentration is greater than 0.9%നേക്കാട്ടും കൂടുതലായിട്ടുള്ള സലൈൻ വാട്ടറിലേക്ക് അതിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ വാട്ടർ കംസ് ഔട്ട് ഓഫ് ദി RBC സെൽ. RBC സെൽസിൽ നിന്ന് വെള്ളം എല്ലാം പുറത്തേക്ക് ഇറങ്ങും. അപ്പൊ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്കും ഇവൻച്വലി ആ സെൽ എന്ത് ചെയ്യും? വെള്ളം പോയി കഴിയുമ്പോഴേക്കും അത് ചുങ്ങും, ഷ്രിങ്ക് ചെയ്യപ്പെടും. അതാണ് അവിടെ എഴുതേണ്ടത്. ഇനി ഹൈപ്പർടോണിക് എന്നാണ്. This is said to be solution hypertonic എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് വാചകം. ഇനി തിരിച്ച് 0.9%നേക്കാട്ടിലും കുറവ് പെർസെൻറ്റേജ് ഉള്ള സൊല്യൂഷനിലേക്കാണ് RBC പ്ലേസ് ചെയ്യുന്നതെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് നടക്കും. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ മതി. തിരിച്ച് ആ RBC സെൽസിനകത്തേക്ക് വെള്ളം കയറും. അപ്പൊ നമുക്ക് ഓർത്ത് വെച്ച് ഈ ഗുലാബ് ജാമുൻ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഗുലാബ് ജാമുന്റെ ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ വട്ടത്തിലിരിക്കുന്ന ആ സബ്സ്റ്റൻസ് എടുത്ത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പനീറിന്റെ പോലത്തെ ഒരു സബ്സ്റ്റൻസ് എടുത്ത് ഫ്രൈ ചെയ്തെടുത്ത ശേഷം അത് ഷുഗർ സൊല്യൂഷനിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഷുഗർ സൊല്യൂഷൻ അതിനകത്തെല്ലാം കയറുമ്പോൾ ഇങ്ങനെ വീർത്ത് കെട്ടി വരും. ഇതേപോലെ തന്നെ സലൈൻ വാട്ടർ സൊല്യൂഷനിൽ 0.9%നേക്കാട്ടിലും കുറവുള്ള സലൈൻ വാട്ടർ സൊല്യൂഷനിലേക്ക് RBCയെ പ്ലേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ RBCക്ക് അകത്തേക്ക് എന്ത് ചെയ്യും? റെഡ് ബ്ലഡ് സെൽസിനകത്തേക്ക് ഈ വാട്ടർ എല്ലാം കൂടെ അകത്തോട്ട് കയറിപ്പോകും, ഇൻ ടു ദി സെൽ. അപ്പൊ എന്ത് ചെയ്യും? പതുക്കെ പതുക്കെ അത് സ്വെല്ലൻ ചെയ്യപ്പെടും. അതായത് അത് വീങ്ങി തീർത്തു വരും, സ്വെൽ ചെയ്യപ്പെടും. അപ്പൊ ഓർത്ത് വെച്ചേക്ക, ഒന്ന് ഷ്രിങ്ക് ചെയ്യുകയാണ്, ഒന്ന് സ്വെൽ ചെയ്യുകയാണ്. ഇത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് വേണം പഠിക്കാനായിട്ട്. RBC സെൽസിനെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് നിങ്ങൾക്ക് തരുന്ന പേഴ്സണൽ അനുസരിച്ചുള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവരുടെ വ്യത്യാസം എന്താണെന്നാണ് ചോദ്യം വരുന്നത്. ഓർത്ത് വെച്ചിരിക്കുക, RBC സെൽസിനകത്തുള്ള ലിക്വിഡ് എന്ന് പറയുന്നത് 0.9% സലൈൻ വാട്ടറുമായിട്ട് ഒരേ ഓസ്മോട്ടിക് പ്രഷറുള്ള ഐസോട്ടോണിക് ആണ്. 0.9നേക്കാട്ടിലും കൂടുതലായിട്ടുള്ള സലൈൻ വാട്ടർ സൊല്യൂഷനിലേക്ക്
നമ്മൾ ഈ RBC പ്ലേസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ RBC സെൽസിനകത്തുള്ള വാട്ടർ മോളിക്യൂൾ സൊല്യൂഷനിലേക്ക് തിരിച്ചിറങ്ങും. RBCക്ക് അകത്തുനിന്ന് വെള്ളം, അങ്ങനെ അകത്തുണ്ടായിരുന്ന വെള്ളം എല്ലാം കൂടെ ഗ്രാജുവലി പുറത്തേക്ക് സൊല്യൂഷനിലേക്ക് ഇറങ്ങും. അപ്പൊ അതെന്ത് ചെയ്യും? ഷ്രിങ്ക് ചെയ്യും. ഇനി തിരിച്ച് 0.9 കുറവ് കോൺസെൻട്രേഷനുള്ള സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്കാണ് അതിനെ ഡിപ്പ് ചെയ്യുന്നതെങ്കിൽ ഈ പ്രോസസ്സ് തിരിച്ചു നടക്കും. സൊല്യൂഷനകത്തുണ്ടായിരുന്ന വാട്ടർ എല്ലാം കൂടെ RBCക്ക് അകത്തേക്ക് ഇൻസൈഡിലേക്ക് പോകുന്നത് കൊണ്ട് അത് സ്വെൽ ചെയ്യപ്പെടും, വീങ്ങി വരും. ഓർത്ത് വെച്ചേക്കുക. വളരെ പ്രധാനപ്പെട്ട ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ചോദ്യമാണിത്. ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നവർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇതിന്റെ പോയിന്റ്സ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഭാഗത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 കഴിഞ്ഞാൽ പിന്നെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ റേഷ്യോമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് വാൻ ഹോഫ് ഫാക്ടർ. വാൻ ഹോഫ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ടു ദാറ്റ് ഓഫ് നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. പഠിച്ചിട്ടുള്ളതാണ്. ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. I എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ റേഷ്യോയ്ക്കാണ് I എന്ന് വിളിക്കുന്നത്. I വാല്യൂ 1 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂട്ടിന് അസോസിയേഷനും ഇല്ല, ഡിസോസിയേഷനും ഇല്ല, നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ ഗ്ലൂക്കോസ്, യൂറിയ, ഫ്രക്ടോസ് ഇവരെല്ലാം. ഇനി സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, അലൂമിനിയം സൾഫേറ്റ്, സോഡിയം സൾഫേറ്റ് ഇങ്ങനെയുള്ള സബ്സ്റ്റൻസുകൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അവർ ബ്രേക്ക് ചെയ്യും, ഡിസോസിയേഷൻ നടക്കും. അപ്പൊ ഡിസോസിയേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ വാല്യൂ കൂടുതലും നോർമലിന്റെ വാല്യൂ കുറവുമായിരിക്കും. അപ്പൊ ഡെഫിനറ്റ് ആയിട്ടും I വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഇനി രണ്ടെണ്ണം കൂടിച്ചേരുന്ന ബെൻസോയിക് ആസിഡ് അങ്ങനെയുള്ള ആസിറ്റിക് അതിൽ ഓർഗാനിക് ആസിഡുകൾ പൊതുവെ ഡൈമറൈസ് ചെയ്യുക, ഹൈഡ്രജൻ ബോണ്ട് വഴി കൂടിച്ചേരുകയാണ് പതിവ്. അപ്പൊ ഡൈമറൈസ് ചെയ്യുകയോ ട്രൈമറൈസ് ചെയ്യുകയോ ടെട്രാമറൈസ് ചെയ്യുകയോ അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് എങ്കിൽ അവിടെ ഡെഫിനറ്റ് ആയിട്ടും വാൻ ഹോഫ് ഫാക്ടർ 1 കുറവായിരിക്കും. ഇനി which of the following type of compound will have Van Hoff factor equal to 1? അപ്പൊ Van Hoff factor 1 ആകണമെങ്കിൽ I is equal to 1 എങ്ങനെയുള്ളവരായിരിക്കും? നോൺ ഇലക്ട്രോലൈറ്റുകൾക്ക്. എക്സാമ്പിൾ യൂറിയ, പിന്നെ കാർബോഹൈഡ്രേറ്റുകൾ, ഗ്ലൂക്കോസ്, സൂക്രോസ് എക്സെട്ര. I is greater than 1. I greater than 1 ആയിരിക്കും ഡിസോസിയേറ്റ് ചെയ്യുന്ന സൊല്യൂട്ടുകൾ. ഡിസോസിയേഷൻ ആകുമ്പോൾ I will be less than 1 അസോസിയേഷൻ ആകുമ്പോൾ. അപ്പൊ I വാല്യൂ 1 വരുന്ന ഇവിടെ ഏതായിരിക്കും? നോൺ ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് അല്ല, നൺ ഓഫ് ദീസ് അല്ല, വീക്ക് ഇലക്ട്രോലൈറ്റ് അല്ല. ആൻസർ ഇസ് നോൺ ഇലക്ട്രോലൈറ്റ്. അപ്പൊ നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ സ്പ്ലിറ്റിംഗ് നടക്കില്ല, ഡിസോസിയേഷനും ഉണ്ടാകില്ല, അസോസിയേഷനും ഉണ്ടാകാത്ത സബ്സ്റ്റൻസുകളാണ് നോൺ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുമ്പേ പറഞ്ഞതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് പറയാം. ഹൗ ഡു വി സംടൈംസ് ഗെറ്റ് അബ്നോർമൽ മോളിക്കുലാർ മാസസ് ഓഫ് എ സബ്സ്റ്റൻസ് യൂസിങ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓഫ് എ സൊല്യൂഷൻ? അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പൊ അബ്നോർമൽ മോളിക്കുലാർ മാസ് വരുന്നത് നോൺ ഇലക്ട്രോലൈറ്റുകൾക്കല്ല. എങ്ങനെയുള്ളവർക്കാ? ഒരു പർട്ടിക്കുലർ സോൾവെന്റിൽ അസോസിയേറ്റ് ചെയ്യുകയോ ഡിസോസിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സൊല്യൂട്ടുകൾ. ഫോർ എക്സാമ്പിൾ KCl പോലുള്ളവരാണെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്ത് K+Cl- ആകും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പാർട്ടിക്കിൾ ആണ് എങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്ത് എത്ര അയോൺസുകളായിട്ട് മാറും? 2 അയോൺസ് ആയിട്ട് മാറും. അപ്പൊ എക്സ്പെക്ട് ചെയ്യുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് KCl1 ആണെങ്കിൽ അത് സൊല്യൂട്ടിലേക്ക്, അത് സോൾവെന്റിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഇൻക്രീസ് അവരുടെ മാസിനെ ഡിഫക്റ്റ് അല്ലെങ്കിൽ അതിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ അസോസിയേറ്റ് ചെയ്യുന്നവരാണെങ്കിലും. അപ്പൊ ചോദ്യം കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്താണെങ്കിൽ I ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡും ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡുമാണ്. ഒബ്സർവ്ഡ് വാല്യൂ കൂടുതലും എക്സ്പെരിമെന്റൽ വാല്യൂ കൂടുതലും ഒബ്സർവ്ഡ് വാല്യൂ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂ കുറവുമാകുമ്പോൾ I വാല്യൂ എങ്ങനെയായിരിക്കും? 1 കൂടുതലാണ്. അപ്പൊ അസോസിയേറ്റ് ചെയ്യുകയോ ഡിസോസിയേറ്റ് ചെയ്യുകയോ ചെയ്യുന്ന സബ്സ്റ്റൻസുകൾക്ക് എക്സ്പെരിമെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്ന മോളിക്കുലാർ മാസ് തന്നെ ആയിരിക്കണമെന്നില്ല നമ്മളതിനെ എക്സ്പെരിമെന്റൽ ചെയ്ത് വരുമ്പോഴേക്കും കിട്ടുന്നത്. അപ്പൊ ഈ ഒരു വേരിയേഷൻ കൊണ്ട് അവരുടെ മോളിക്കുലാർ മാസിന് അബ്നോർമാലിറ്റി ഉണ്ടായിരിക്കാം,
അതനുസരിച്ച് അവരുടെ വാൻ ഹോ ഫാക്ടറിനും ചേഞ്ച് ഉണ്ടായിരിക്കുക. അപ്പൊ ഡിസോസിയേറ്റോ അസോസിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ് നടക്കുന്ന സൊല്യൂട്ടുകളിലാണ് മോളിക്കുലാർ മാസിന്റെ അബ്നോർമാലിറ്റി ഉള്ളത്. അത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ വാൻ ഹോ ഫാക്ടറുമായിട്ട് ചേർത്ത് വേണം അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി. അടുത്തത് ഒരു ന്യൂമറിക്കലാണ്. ബെൻസോയിക് ആസിഡ് കംപ്ലീറ്റ്ലി ഡൈമറൈസ്ഡ് ഇൻ ബെൻസീൻ. കംപ്ലീറ്റ്ലി ഡൈമറൈസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഐ വാല്യൂ, ഡൈമർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം കൂടി ചേരുന്നതാ, എൻ വാല്യൂ 2 ആണ്. കംപ്ലീറ്റ് ആയിട്ട് ഡൈമറൈസ് ചെയ്യുന്ന ഐയുടെ വാല്യൂ 0.5 ആണ്. ഓർത്തു വെച്ചേക്കുക, പകുതിയാ, 1/2 ആണ്, 0.5 ആണ്. വാട്ട് വിൽ ബി ദ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ കണ്ടെയ്നിങ് 61 gram of benzoic acid per 500 gram of benzene. ബെൻസീൻ ഇവിടുത്തെ സോൾവെന്റ് ആണ്, ബെൻസോയിക് ആസിഡ് ഇവിടുത്തെ സൊല്യൂട്ട് ആണ്. പിന്നെ നമുക്ക് ചെയ്യാം. വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബെൻസിൻ തന്നിട്ടുണ്ട്, അപ്പൊ പിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. സോറി, P0 ഇറ്റ്സ് ഗിവൺ ആസ് 66.6 ടോർ. പ്രഷറിന്റെ യൂണിറ്റ് ഇവിടെ ടോറാ തന്നിരിക്കുന്നത്. ചോദ്യം, വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ P വാല്യൂ ദാറ്റ് ഹാസ് ടു ബി കാൽക്കുലേറ്റഡ്. ഇനി തന്നിരിക്കുന്നത് നമുക്കറിയാം, P0 മൈനസ് P ഡിവൈഡഡ് ബൈ P0 ഈസ് ഈക്വൽ ടു I ഇൻറ്റു Chi2 എന്ന് എഴുതണം. കാരണം ഡൈമറൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അവിടെ കറക്ഷൻ ഫാക്ടർ ആയ വാൻ ഹോ ഫാക്ടർ റൈറ്റ് സൈഡിൽ ചേർത്തിരിക്കണം. വിച്ച് ഇസ് ഈക്വൽ ടു I ഇൻറ്റു ഇൻസ്റ്റെഡ് ഓഫ് Chi2 N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2 എന്ന് കൊടുക്കാം. നമുക്കറിയാം N2ന്റെ വാല്യൂ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 61 gram ബെൻസോയിക് ആസിഡ്. ബെൻസോയിക് ആസിഡിന്റെ മോളിക്കുലർ മാസ്, ബെൻസോയിക് ആസിഡ് ഇസ് C6H5COOH. കാർബണിന്റെ മാസ് 12 × 6 72. ഹൈഡ്രജൻ 6 എണ്ണം ഉണ്ട്, ഇപ്പൊ 6. കാർബൺ ഒരെണ്ണം കൂടെ, ഇപ്പൊ 12. 2 ഓക്സിജൻ, ഒരു ഓക്സിജന്റെ 16, 2 ഓക്സിജന്റെ 32. ടോട്ടൽ ആഡ് ചെയ്യുക, 6 + 2 8 + 2 10, 122 എന്ന് വരും. ഇനി ഇതുപോലെ N1 നമ്പർ ഓഫ് വെയിറ്റ് ബെൻസീന്റെ 500 ഡിവൈഡഡ് ബൈ ബെൻസീൻ. ബെൻസീൻ ഇസ് C6H6 72 + 6 78. ഇനി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I വാല്യൂ ഇസ് ഗിവൺ ആസ് 0.5 ഇൻറ്റു N2 ഡിവൈഡഡ് ബൈ N1 പ്ലസ് N2. നമുക്കതൊന്ന് സോൾവ് ചെയ്യാം. അതാണല്ലോ Chi2. N2 61 ഡിവൈഡഡ് ബൈ 122 ഡിവൈഡഡ് ബൈ N1 500 ഡിവൈഡഡ് ബൈ 78 പ്ലസ് 61 ഡിവൈഡഡ് ബൈ 122. സോൾവ് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് ഈ ലെഫ്റ്റ് പോർഷനിലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P0 ആദ്യം I ഇൻറ്റു Chi2 തന്നെ ചെയ്യാം. I വാല്യൂ 0.5, Chi2ന്റെ വാല്യൂ കിട്ടുന്നത് 0.5 ഡിവൈഡഡ് ബൈ 6.91 എന്ന് വരും. ഇനി P0 വാല്യൂ 66.6 മൈനസ് P, അതാണ് കണ്ടുപിടിക്കേണ്ടത്, ഡിവൈഡഡ് ബൈ 66.6. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന പിയുടെ വാല്യൂ ആണ് 64.2 ടോർ എന്ന് വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഡൈമറൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂടിച്ചേരുന്നു, 2 എണ്ണം കൂടിച്ചേരുന്നു, അസോസിയേഷൻ ആണ്. ഡിസോസിയേഷനോ മെൻഷൻ ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് എങ്കിൽ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വാൻ ഹോ ഫാക്ടറിന്റെ ടേം ആയ I മസ്റ്റ് ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കണം, I മസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. എങ്ങനെയുള്ള ചോദ്യങ്ങൾ? നോൺ ഇലക്ട്രോലൈറ്റ് എന്നോ അല്ലെങ്കിൽ പർട്ടിക്കുലർലി ഏതാണ് സൊല്യൂട്ട് എന്ന് മെൻഷൻ ചെയ്യാത്ത ചോദ്യങ്ങളാണെങ്കിൽ വേണ്ട. അതല്ലാത്ത ഡൈമറൈസ് ചെയ്യുക, ട്രൈമറൈസ് ചെയ്യുക, ടെട്രാമറൈസ് ഇൻ ജനറലി അസോസിയേഷന്റെ ചോദ്യങ്ങളോ ഡിസോസിയേഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളോ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ യു ഹാവ് ടു കീപ് ദ വാല്യൂ ഓഫ് I വാല്യൂ ഇട്ട് കൊടുത്തിരിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ തെറ്റായിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് അഗെയിൻ ഒരു ന്യൂമറിക്കലാണ്. ദ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഓഫ് 0.1 മോളാൽ.
0.1 മോളാൽ. അപ്പൊ മൊളാലിറ്റി ഓൾറെഡി തന്നിട്ടുണ്ട്. മൊളാലിറ്റി M ഈസ് ഈക്വൽ ടു 0.1 ഓഫ് ബെൻസോയിക് ആസിഡ് ഇൻ ബെൻസീൻ ഇസ് 0.256. അപ്പോൾ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു 0.256 കെൽവിൻ. ഇനി കെ എഫ് വാല്യൂ ഓഫ് ബെൻസീൻ ഇസ് ഗിവൺ ആസ് 5.12 കെൽവിൻ കിലോഗ്രാം പെർ മോൾ. അപ്പൊ ഇത്രയും കാര്യമുണ്ട് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാം? വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കാം. ശരിയല്ലേ? ഏത് റിലേഷൻഷിപ്പ് ഉപയോഗിക്കാം? ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു എം എന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി ഡിസോസിയേഷനോ അസോസിയേഷനോ ഉള്ള ചോദ്യമാണ് എങ്കിൽ ഐ വാല്യൂ റൈറ്റ് സൈഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കണം. അപ്പൊ ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു എം. ഇൻ ദാറ്റ് കേസ് ഐ വിൽ ബി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് ഡിവൈഡഡ് ബൈ കെ എഫ് ഇൻറ്റു മൊളാലിറ്റി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു 0.256 ഡിവൈഡഡ് ബൈ കെ എഫ് വാല്യൂ it's 5.12 into 0.1. ശരിയല്ലേ? 5.12 into 0.1 ആണ് 0.5 വരും. 0.256 divided by 0.512 twice ആണല്ലോ. അപ്പൊ കട്ട് ചെയ്ത് 1/2 ഇടാം. 1/2 or you can say 0.5 ആണ് അതിന്റെ വാൻ ഹോഫ് ഫാക്ടർ ഐ എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. എമ്മിന്റെ വാല്യൂ ഉണ്ട്, മൊളാലിറ്റി തന്നിട്ടുണ്ട്, കെ എഫിന്റെ വാല്യൂ ഉണ്ട്, ഡെൽറ്റ ടി എഫിന്റെ വാല്യൂ ഉണ്ട്, വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കുക. അപ്പൊ ഒരു കാര്യം മാത്രം ഓർത്തിരിക്കുക, അസോസിയേഷൻ ഡിസോസിയേഷൻ ക്വസ്റ്റ്യൻ വരുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഐ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വിട്ടുപോകരുത്. അടുത്തത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഫോർ 1 മോളാർ യൂറിയ, 1 മോളാർ ഗ്ലൂക്കോസ് ആൻഡ് 1 മോളാർ NaCl ആർ ഇൻ ദി റേഷ്യോ ഓഫ്. അപ്പൊ നമുക്കറിയാം യൂറിയ, ഗ്ലൂക്കോസ് ഇവര് രണ്ടുപേരും നോൺ ഇലക്ട്രോലൈറ്റ് ആണ്. These two are non-electrolyte where Van Hoff factor I value will be equal to 1. അവരുടെ Van Hoff factor I യുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പൊ 1 മോളാർ യൂറിയ ആണെങ്കിലും 1 മോളാർ ഗ്ലൂക്കോസ് ആണെങ്കിലും I വാല്യൂ 1 തന്നെയായിരിക്കും, മാറ്റമൊന്നുമില്ല. ഇനി സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് ഡിസോസിയേറ്റ് ചെയ്യുന്ന ഒരു സൊല്യൂട്ടാണ്. അപ്പൊ NaCl ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ Na പ്ലസും Cl മൈനസും ആയിട്ട് വരും. ഇപ്പൊ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ ഒരു സോഡിയം അയോണും ഒരു ക്ലോറൈഡ് അയോണും ആണ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടുത്തെ നമ്പർ ഓഫ് അയോൺസ് എന്നതായിരിക്കും? 2 ആയിരിക്കും. ക്വസ്റ്റ്യനകത്ത് നിങ്ങളോട് പെർസെൻറ്റേജ് ഡിസോസിയേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, നത്തിങ് ഇസ് സ്പെസിഫൈഡ്. ദെൻ നമ്പർ ഓഫ് അയോൺ ഇറ്റ് സെൽഫ് ഈസ് ഇറ്റ്സ് വാൻ ഹോഫ് ഫാക്ടർ. അപ്പൊ അതിന്റെ വാൻ ഹോഫ് ഫാക്ടർ ഐയും 2 തന്നെയാണ്. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു കെ എഫ് ഇൻറ്റു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ മൊളാലിറ്റി എന്ന് കൊടുക്കാം. അതിൽ നിന്ന് ഡെൽറ്റ ടി എഫ് ഇസ് പ്രപ്പോർഷണൽ ടു എന്ത് കൊടുക്കാം? ഐ വാല്യൂ. ശരിയല്ലേ? ഐ വാല്യൂ ഇവർക്ക് 1 ആണ്, ഇതിന് 1 ആണ്, ഇതിന് 2 ആണ്. ശരിയല്ലേ? മൊളാലിറ്റി എല്ലാവരുടെയും മൊളാലിറ്റി സെയിം ആണെങ്കിൽ റേഷ്യോ എന്തായിരിക്കും? 1:1:1. ഞാനിവിടെ ഡെൽറ്റ ടി എഫ് ഇസ് പ്രപ്പോർഷണൽ ടു ഐ എന്ന് എഴുതിയിട്ടുള്ളൂ. ഫ്രീസിംഗ് പോയിന്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഐ എന്നാണ് വരേണ്ടത്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഇസ് പ്രപ്പോർഷണൽ ടു ഐ, ഫ്രീസിംഗ് പോയിന്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഐ എന്നാണ്. ഇപ്പൊ ഡെൽറ്റ ടി എഫ് ഇസ് പ്രപ്പോർഷണൽ ടു ഐ എന്നാണ്. ദാറ്റ് ഡസന്റ് മീൻ ഫ്രീസിംഗ് പോയിന്റ് ഇസ് പ്രപ്പോർഷണൽ ടു ഐ എന്നല്ല. ഫ്രീസിംഗ് പോയിന്റ് ഇസ് ഇൻവേഴ്സ്. കാരണം എത്ര സൊല്യൂട്ട് ആഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? താണുകൊണ്ടേ ഇരിക്കുകയാണ്. ഫ്രീസിംഗ് പോയിന്റിന് നന്നായിട്ട് കുറവ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഏതായിരുന്നു? 1:1:2 എന്നാണ് വരുന്നത്. ആൻസർ ഓപ്ഷൻ എ. യൂറിയയുടെ ഐ വാല്യൂ 1 ആണ്, ഗ്ലൂക്കോസിന്റെ ഐ വാല്യൂ 1 ആണ്, NaClന്റെ ഐ വാല്യൂ 2 ആണ്. ആ ഐ വാല്യൂ വെറുതെ എഴുതിയിട്ടാൽ മതി, കാരണം തന്നിരിക്കുന്നവരുടെ എല്ലാവരുടെയും കോൺസെൻട്രേഷൻ സെയിം ആണ്. 1 മോളാർ യൂറിയ, 1 മോളാർ ഗ്ലൂക്കോസ്, 1 മോളാർ NaCl എന്നാണ്. അപ്പൊ ഇവരുടെ എല്ലാം കോൺസെൻട്രേഷൻ സെയിം ആയതുകൊണ്ട് ഡയറക്റ്റ് അവരെ നോക്കി അവരുടെ ജസ്റ്റ് ഐ വാല്യൂന്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ ടി എഫിന്റെ റേഷ്യോ കിട്ടും. അപ്പൊ ഇത്രയും ചോദ്യങ്ങളായിരുന്നു ഇന്ന്
നമ്മൾ സൊല്യൂഷൻ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ വെച്ചിരുന്നത്. ഇപ്പോൾ സൊല്യൂഷൻ കെമിസ്ട്രി എന്ന് പറയുന്നത് സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ഫിസിക്കൽ കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ളൊരു ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ ആദ്യം തന്നെ നമ്മൾ ആ ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ ആദ്യം കോൺസെൻട്രേഷനെ റെപ്രസെന്റ് ചെയ്യുന്ന ഭാഗമായിരുന്നു. മൊളാലിറ്റി അങ്ങനെ കുറേയേറെ കോൺസെൻട്രേഷൻ പാരാമീറ്റേഴ്സ് ഉണ്ട്. പിന്നെ സോലബിലിറ്റിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഹെൻറീസ് ലോ ഉണ്ട്, അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ്, ന്യൂമറിക്കൽസ്. ഇനി അതിനുശേഷം റൗൾസ് ലോ ഉണ്ട്, റൗൾസ് ലോയുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രോബ്ലം, ഗ്രാഫ്, ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻസ്, എസിയോട്രോപിക് മെഷേഴ്സ്, അവരുടെ ന്യൂമറിക്കൽസ്. പിന്നെ വരുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലേക്കാണ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഡെറിവേഷൻസ്, ഗ്രാഫ് വിത്ത് കറസ്പോണ്ടിങ് ഇക്വേഷൻസ്, ന്യൂമറിക്കൽസ്. പിന്നെ വാൻ ഹോ ഫാക്ടർ യൂസ് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻസ്, അബ്നോർമൽ മോളിക്കുലർ മാസ്. ഇത്രയുമായിരുന്നു ഈ ചാപ്റ്ററിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന്റെ ഈ 2 ക്ലാസ്സുകൾ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്ക് വൃത്തിയായിട്ട് വായിക്കുക, NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.